ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടുപോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. യഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കുന്നു, ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. കർത്താവേ, നിന്നെ കോപിക്കത്തക്കവണ്ണം ഞാൻ പിന്മാറിപ്പോയി. നിന്നെ ദുഃഖിപ്പിക്കത്തക്കവണ്ണം ഞാൻ പാവവഴിയിലേക്ക് തിരിഞ്ഞുപോയി. എന്നാൽ എൻ്റെ കർത്താവേ, നിൻ്റെ ക്രോധത്തിങ്കൽ നിൻ്റെ കരുണ പകരണമേ. എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, നീ എന്നോട് മനസ്സലിഞ്ഞ് എന്നോട് കരുണ തോന്നി നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. നാളുകൾക്ക് മുമ്പ് നീ ഒരു നല്ല പ്രവൃത്തി എന്നിൽ നീ ആരംഭിച്ചു. നിൻ്റെ തിരുവചനം എനിക്ക് തന്നു. വചനം എന്നെ കേൾപ്പിച്ചു. വചനം എന്നെ ഉണർത്തി. വചനം എന്നെ ജീവിപ്പിച്ചു. വചന വഴിയിൽ കൂടി നീ എന്നെ നടത്തി. എന്നാൽ കർത്താവേ, ഇന്ന് ഞാൻ മൃതാവസ്ഥയിലാണ്, മരിച്ച അവസ്ഥയിലാണ്. ഇന്ന് ഞാൻ മരിച്ച അവസ്ഥയിലാണ്. ആത്മാവ് മരിച്ചിരിക്കുന്നു. ആത്മാവ് മരിച്ചിരിക്കുന്നു. ആത്മാവ് ജീവിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ജീവൻ തുടിക്കുന്ന സമയം ഉണ്ടായിരുന്നു. ജീവൻ്റെ ആനന്ദത്തിൽ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ സ്തുതിയുടെ നല്ല നാളുകളുണ്ടായിരുന്നു, സ്തുതിയുടെ നാളുകൾ. എന്നാൽ കർത്താവേ, അതെല്ലാം ഇന്ന് ഓർമ്മകൾ മാത്രമായിപ്പോയി. ഇന്ന് നല്ല നാളുകൾ ഓർമ്മയായിപ്പോയി. ഞാൻ പിന്മാറിപ്പോയി. ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഈ ആണ്ട് കഴിയുന്നതിന് മുൻപ് കർത്താവേ, നീ എനിക്ക് ജീവൻ തരണമേ. ഇന്ന് എൻ്റെ മേൽ നിൻ്റെ ക്രോധമാണ്. നീ എന്നെ നോക്കി കോപിക്കുന്നുണ്ട്, എനിക്കറിയാം. കാരണം തെറ്റാണ് എന്നറിഞ്ഞിട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി. നിന്നെ കോപിപ്പിക്കുന്നതായി പോയി. തെറ്റാണ് എന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഞാൻ തെറ്റ് ചെയ്തു പോയി. പാവമാണെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഞാൻ പാവം ചെയ്തു പോയി. എന്നാൽ കർത്താവേ, നിൻ്റെ ക്രോധത്തിങ്കൽ കരുണ തോന്നണമേ. നീ എന്നോട് കോപിക്കല്ലേ കർത്താവേ. നീ എന്നെ തള്ളിക്കളയല്ലേ കർത്താവേ. നീ എന്നോട് മനസ്സറിയണമേ. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതത്തിലേക്ക് വന്ന അനേകം ആളുകളുണ്ട്. മാനസാന്തരപ്പെട്ട അനേകം ആളുകളുണ്ട്. മാനസാന്തരപ്പെടാത്തവരായ ആളുകളാണ് ബഹുഭൂരിപക്ഷം പേരും. പക്ഷേ ഏതാനും കുറച്ച് പേരെങ്കിലും ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വന്നവരുണ്ട്. ജീവിതത്തിൽ ചില തീരുമാനങ്ങളെടുത്തു, ചില സമർപ്പണങ്ങളെടുത്തു. മേലിൽ പാവം ചെയ്യുകയില്ല എന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞു. എല്ലാ തിന്മകളിൽ നിന്നും വെട്ടി ഞാൻ ജീവിക്കുമെന്നൊരു തീരുമാനമെടുത്തു. ഇനി അരുതാത്തതായ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്നൊരു തീരുമാനമെടുത്തു. പക്ഷേ അതിൽ നിന്നെല്ലാം പുറകോട്ട് പോയി ആത്മാവ് മരിച്ചുപോയി. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ കാണാം, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്ന്. കൃപയിൽ ദൈവം നിർത്തിയതായിരുന്നു, പക്ഷേ കൃപയിൽ നിന്ന് വീണുപോയി. നമ്മൾ പലരും അങ്ങനെയാണ്. കൃപയിൽ നിന്നവരാണ്, ഒരു ജീവൻ കിട്ടിയവരാണ്, ആ ആത്മാവിൻ്റെ ആനന്ദത്തിൽ ലയിച്ച് ദൈവത്തെ സ്തുതിച്ചവരാണ്. എനിക്കറിയാം അനേകർ ആദ്യകാലങ്ങളിലുള്ളതായ വീര്യവും ആത്മീയമായ ഓജസ്സും നഷ്ടപ്പെട്ട്, ആത്മീയമായ തേജസ് നഷ്ടപ്പെട്ട്, ആത്മീയമായ വീര്യം നഷ്ടപ്പെട്ട് എല്ലാം കളഞ്ഞു കുളിച്ചവരായിട്ട് അനേകരുണ്ട്. തീരുമാനങ്ങളെല്ലാം പാളിപ്പോയി, പഴയ പാപങ്ങളിലേക്ക് തിരിഞ്ഞുപോയി. നായ ഛർദ്ദിച്ചിട്ട് പിന്നെയും അത് ഭക്ഷിക്കാൻ തിരിയുന്നത് പോലെ പഴയ വിട്ടുപോയ പാപങ്ങളിലേക്ക് തിരിഞ്ഞ പാപം ചെയ്തുപോയി. പന്നി കുളിച്ചിട്ട് ചെളിയിലേക്ക് ഉള്ളുവാൻ തിരിയുന്നത് പോലെ പിന്നെയും ചെളിയിലേക്ക് വീണുപോയി. ചെളിയിൽ നിന്ന് കരയേറിയതായിരുന്നു, കുളിച്ചതായിരുന്നു, പക്ഷെ പിന്നെയും ചെളിയിലേക്ക് പോയി. ഇങ്ങനെയുള്ള അനേകം ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസായി ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദനയേൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു.
ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കൃപയിലായിരുന്നു, കൃപയിലാക്കിയതായിരുന്നു, ജീവൻ തന്നതായിരുന്നു, ജീവൻ തുടിച്ചതായിരുന്നു. എന്നാൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ഇന്ന് അനേകം ആളുകൾ അങ്ങനെയാണ്. കൃപയിൽ ആയിരുന്നവരെ കൃപയിൽ നിന്ന് വീണുപോയവരുണ്ട്, ഒരിക്കലും കൃപയിലാകാത്തവരുമുണ്ട്. കൃപയിലാകാത്തവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനം എടുക്കാത്തവർ, ഒരു സമർപ്പണം എടുക്കാത്തവർ, ഒരു മാനസാന്തരം ലഭിക്കാത്തവർ അനേകം ആളുകളുണ്ട്. എന്നാൽ അനേകം ആളുകൾ സമർപ്പണം എടുത്തവരാണ്, ദൈവസന്നിധിയിൽ തീരുമാനം പ്രഖ്യാപിച്ചവരാണ്, ദൈവത്തോട് പ്രതിജ്ഞ ചെയ്തവരാണ്. എന്നാൽ ആ കൃപയിൽ നിന്ന് വീണുപോയി, ആത്മാവ് മരിച്ചുപോയി. നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോസ്തലൻ പറയുകയാണ് ഗലാത്യ ലേഖനത്തിൽ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതിൽ ഉറച്ചു നിൽക്കണം. നാം പുറകോട്ട് മാറരുത്. ബാക്ക് സ്ലൈഡിങ് പാടില്ല, പിന്മാറ്റം പാടില്ല, പുറകോട്ട് മാറരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ, വ്യക്തിപരമായി ചിന്തിക്കൂ. നിങ്ങളെടുത്ത തീരുമാനങ്ങൾ ഏതെല്ലാമാണ് നിങ്ങൾ ലംഘിച്ചു പോയിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞ തീരുമാനങ്ങൾ, ചില നല്ല തീരുമാനങ്ങൾ, കൃത്യമായിട്ട് വേദപുസ്തകം വായിക്കുമെന്ന് തീരുമാനിച്ചു, തിരിച്ചു കളഞ്ഞു. എന്നും അല്പസമയം ദൈവസന്നിധിയിൽ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിച്ചു, അത് തെറ്റിച്ചു. കുടുംബ പ്രാർത്ഥന മുടക്കുകയില്ലെന്ന് തീരുമാനിച്ചു, കുടുംബ പ്രാർത്ഥന മുടക്കി കളഞ്ഞു. ബൈബിൾ കുറഞ്ഞതൊരു 3 അധ്യായങ്ങൾ വായിക്കുമെന്ന് തീരുമാനിച്ചു, അത് മുടക്കി കളഞ്ഞു. ഒരു കാരണവശാലും കോപിക്കുകയില്ലെന്ന് തീരുമാനിച്ചു, അത് തിരിച്ചു കളഞ്ഞു. പിന്നെയും കോപിച്ചു. എൻ്റെ നാവ് കൊണ്ട് ശപിക്കുകയില്ല, പിരാകുകയില്ല എന്ന് തീരുമാനിച്ചു, പക്ഷേ പിന്നെയും പിരാകുകയും ശപിക്കുകയും ചെയ്തു. എൻ്റെ നാവിൽ ഒരു കാരണവശാലും അശുദ്ധമായ വാക്കുകൾ വരികയില്ലെന്ന് തീരുമാനിച്ചു, പക്ഷേ അശുദ്ധമായ അസഭ്യമായ വാക്കുകൾ നാവിൽ വന്നു. ഇനി ഒരു കാരണവശാലും അഴുക്കായ പടം കാണുകയില്ലെന്ന് തീരുമാനിച്ചു, പക്ഷേ അഴുക്കായ പടങ്ങൾ കണ്ടു. ഓരോന്നോരോന്ന് ചിന്തിക്കൂ. നാം ദൈവത്തിലെടുത്തതായ തീരുമാനങ്ങൾ ഏതിൽ നിന്നെല്ലാം നാം വ്യതിചലിച്ചു പോയി, ഏതിൽ നിന്നെല്ലാം പിറകോട്ട് പോയി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പീൻ. അടിമ നോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പിശാചിൻ്റെ അടിമ നോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പിശാചിൻ്റെ അടിമ നോകത്തിൽ നിന്ന് കർത്താവ് സ്വാതന്ത്ര്യം തന്നതായിരുന്നു, അല്ലേ? ചില ജയം ഉണ്ടായിരുന്നില്ലേ? കോപം വരാത്ത സമയം ഉണ്ടായിരുന്നില്ലേ? കുറച്ച് വർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും. കോപം വരികയെന്ന് പറഞ്ഞു, കോപം വരാത്ത കുറേ കാലങ്ങൾ. കോപിക്കേണ്ട സാഹചര്യം വന്നു, പക്ഷേ കോപിക്കുന്നില്ല. മുഷിച്ചിലും ഈർഷ്യയും വരേണ്ട സാഹചര്യം വന്നു, ഇപ്പോൾ മുഷിച്ചിലും ഈർഷ്യയും വരുന്നില്ല. അങ്ങനെ കുറേ കാലം ഉണ്ടായിരുന്നില്ലേ? ഏതൊരു എതിർപ്പ് വന്നാലും, ആരെല്ലാം കളിയാക്കിയാലും പരിഹസിച്ചാലും മുഖം വാടുകയിലും തീരുമാനം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇന്ന് ആരെങ്കിലും നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വാടുന്നു, ഹൃദയം മ്ലാനമാകുന്നു. ചിന്തിച്ച് നോക്കൂ. ജീവിതത്തിൽ ചില തീരുമാനങ്ങളെടുത്തു, ചില പ്രതിഷ്ഠകളെടുത്തു, വ്യക്തമായ സമർപ്പണങ്ങളായിരുന്നു, പക്ഷേ അതിൽ നിന്ന് പുറകോട്ട് പോയി. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ തീരുമാനത്തിൽ ഏതിൽ നിന്നല്ല നിങ്ങൾ വ്യതിചലിച്ചു പോയി. ആദ്യകാലങ്ങൾ, മാനസാന്തരത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഒരു പാവവും നമ്മെ തൊടുകയില്ലായിരുന്നു. പാവം തൊടുകയില്ല. അത്രമാത്രം തീക്ഷ്ണമായി നിൽക്കുകയാണ്, നല്ല ഉറപ്പോടെ നിൽക്കുകയാണ്, നല്ല ധൈര്യത്തോടെ നിൽക്കുകയാണ്. ആര് കളിയാക്കിയാൽ എന്താണ്, ആര് പരിഹസിച്ചാൽ എന്താണ്, ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞാൽ എന്താണ്, ഒന്നും നമ്മെ തൊടാത്തൊരു കാലം ഉണ്ടായിരുന്നു. അത് അനുഗ്രഹത്തിൻ്റെ കാലമായിരുന്നു. അന്ന് നമുക്ക് നല്ല ധീരതയായിരുന്നു, ശക്തിയായിരുന്നു. കാരണം അകത്ത് ആത്മാവ് തിങ്ങി നിൽക്കുകയാണ്, ആത്മാവ് ഉള്ളിൽ ജ്വലിച്ച് നിൽക്കുകയാണ്, പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഒന്നുമേ തൊടുന്നില്ല. ഇപ്പോൾ ആത്മാവിൻ്റെ ദീപം കെട്ടുപോയി, ദീപം അണഞ്ഞുപോയി, വിളക്ക് കെട്ടുപോയി. അനേകർക്ക് വിളക്ക് കത്തി കിട്ടിയതായിരുന്നു, പക്ഷേ വിളക്ക് കെട്ടുപോയി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോസ്തലൻ സങ്കടത്തോട് പറയുകയാണ്. 3-ാം അധ്യായം, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാം, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക നിങ്ങൾ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഇതൊന്നു മാത്രം ഞങ്ങൾ ചോദിക്കുന്നു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരുന്നു. ഇപ്പോൾ ക്ഷുദ്രം ചെയ്ത് മയക്കിയവരെ പോലെ നിങ്ങൾ ആ കിട്ടിയ ആത്മാവിന് വെളിച്ചമെല്ലാം നഷ്ടപ്പെടുത്തിയത് എന്താണ്? നിങ്ങളെ ആരെങ്കിലും മയക്കി കളഞ്ഞതുപോലെ.
യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ, അത്ര കൃത്യമായൊരു അനുഭവമാണ് കിട്ടിയത്. ക്രിസ്തുവിനെ നേരിട്ട് കിട്ടിയതാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾ ക്രിസ്തുവിനെ നേരിട്ട് കിട്ടിയ അനുഭവം എത്ര പേർക്കുണ്ട്? ആരും കൈയൊന്നും പോക്കണ്ട. ക്രിസ്തുവിനെ നേരിട്ട് കിട്ടിയ അനുഭവം. ക്രിസ്തു എൻ്റെ അരികത്തുണ്ട്, ക്രിസ്തു എന്നോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ക്രിസ്തു എൻ്റെ വലക്കരത്തിൽ പിടിച്ചിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടി ഞാൻ നടത്തുന്നുണ്ട്. എൻ്റെ സ്വന്തം വഴിയിൽ കൂടിയല്ല, ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടി നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള അനുഭവം കിട്ടിയത് അനേകർ ഈ വാക്കുകൾ കേൾക്കുന്നില്ലേ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ നമുക്ക് അടുത്ത് കിട്ടിയ അനുഭവം, തൊട്ടടുത്ത് കിട്ടിയ അനുഭവം, തൊടാൻ ഭാഗത്ത് കിട്ടിയ അനുഭവം, അവനെ തൊട്ട് സൗഖ്യം കിട്ടിയ അനുഭവങ്ങൾ, ക്രിസ്തു നമ്മെ തൊട്ട് നമുക്ക് സൗഖ്യം കിട്ടിയ അനുഭവങ്ങൾ, എന്തെല്ലാം നമുക്ക് ഓർക്കാനുണ്ട്, എന്തെല്ലാം ഓർത്തോർത്ത് ചിന്തിച്ചാൽ എണ്ണിയാൽ തീരുകയില്ല. അതുപോലുള്ള നന്മകളാണ് നമുക്ക് കിട്ടിയത്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രിസ്തു യേശു ക്രൂശിക്കപ്പെട്ടതിനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? അടുത്ത വാക്യം. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. ഇതൊന്നു മാത്രം ഞാൻ നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. ഒന്ന് നിങ്ങൾ പറഞ്ഞു തരാമോ? എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചവരല്ലേ നിങ്ങൾ? എന്ത് ഇത്ര പെട്ടെന്ന് ഈ ആത്മാവ് നഷ്ടപ്പെട്ടത്? ആത്മാവ് ലഭിച്ചവരല്ലേ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആത്മാവ് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചതല്ലേ? നിങ്ങൾ പ്രവൃത്തി ചെയ്തിട്ട് കിട്ടിയതല്ലല്ലോ, നിങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ലല്ലോ, നിങ്ങൾ നന്മ പ്രവൃത്തി ചെയ്ത് കിട്ടിയതല്ലല്ലോ, നിങ്ങൾ പുണ്യപ്രവൃത്തി ചെയ്ത് കിട്ടിയതല്ലല്ലോ. ദാനമായി, സൗജന്യദാനമായി നിങ്ങൾക്ക് കർത്താവ് ആത്മാവിനെ തന്നതല്ലേ? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ടല്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വീണുപോയി? നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പരസ്പരം കടിക്കുകയും തിന്നുകളയും ചെയ്യുന്നു. പണ്ടങ്ങനെയല്ലായിരുന്നല്ലോ. എന്തൊരു സ്നേഹമായിരുന്നു നിങ്ങൾക്കെന്തൊരു സ്നേഹമായിരുന്നു. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാം, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയും ചെയ്താലോ എന്ന്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിലുണ്ട്. പരസ്പരം കടിക്കുകയും തിന്നുകളയും ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് വന്നു. പരസ്പരം മത്സരം, ഒരു വീട്ടിൽ തന്നെ മത്സരം, ഒരു വീട്ടിൽ തന്നെ വഴക്ക്, ഒരു വീട്ടിൽ തന്നെ അഭിപ്രായ വ്യത്യാസം, ഭാര്യയും ഭർത്താവും തമ്മിൽ കിടമത്സരം, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, മക്കൾ മാതാപിതാക്കൾക്ക് വഴങ്ങുന്നില്ല, മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം അവർ കൈക്കൊള്ളുന്നില്ല, മക്കൾ അവർക്ക് തോന്നിയതുപോലെ ശരിയെന്ന് തോന്നുന്നു അവരുടെ ഒരു വഴിയിൽ കൂടി അവർ പോകുന്നു. എത്ര ഉപദേശിച്ചാലും അവർക്ക് തലയിൽ കയറുന്നില്ല. എന്താണ് ഇത് പറ്റി? നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? നിങ്ങൾക്ക് എന്ത് എവിടെ സംഭവിച്ചത്? ഒരു കാലത്ത് നിങ്ങൾക്ക് തീക്ഷ്ണത ഉണ്ടായിരുന്നല്ലോ. അപ്പോസ്തലൻ ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളവിടെ ഇരുന്നുകൊണ്ട്, ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ഒരു സെക്കൻഡ് ചിന്തിക്കൂ. ഞാൻ ഇന്ന് കൃപയിൽ നിന്ന് വീണിട്ട് പോയിരിക്കുകയാണോ അതോ കൃപയിൽ തന്നെ നിൽക്കുകയാണോ? എൻ്റെ ഉള്ളിൽ കർത്താവ് കത്തിച്ചെന്ന ദീപം തെളിഞ്ഞ് നിൽക്കുകയാണോ, കത്തി നിൽക്കുകയാണോ, അതോ വിളക്ക് കെട്ടുപോയോ? നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആന്തരികമായ ശാന്തി നിങ്ങൾ കിട്ടിയിരുന്നു, അകത്തൊരു സുഖം നിങ്ങൾ കിട്ടിയിരുന്നു, അകത്തൊരു മാധുര്യം നിങ്ങൾ കിട്ടിയിരുന്നു, അകത്ത് മധുരതരമായ ചില അനുഭൂതികൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേക്കും ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ വന്ന് തൊടുന്നത്, നിങ്ങളെ സ്പർശിക്കുന്നത്, നിങ്ങളെ പൊതിയുന്നത് നിങ്ങൾ അനുഭവിച്ചിരുന്നു. എന്നൊരു സന്തോഷമായിരുന്നു. നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോഴേക്കും കർത്താവിൻ്റെ തൃക്കര നിങ്ങൾ തലോട് നിങ്ങൾ അനുഭവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ വീണുപോയിരിക്കുന്നു, നീ എന്നോട് മനസ്സലിയണമേ. ഞാൻ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയിരിക്കുന്നു, എന്നോട് മനസ്സലിയണമേ. എന്നെ കൃപയിലേക്ക് തിരികെ കൊണ്ടുവരണമേ. ദൈവത്തിന് സ്തോത്രം. പാടാം. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമാ കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എൻ്റെ താഴ്ചയിൽ അവനെന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൽ ബലമവൻ തകർത്തല്ലോ,
തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയൊന്നാശ്രയമായി, കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ ഇതിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. കർത്താവേ, ഇനി ഒരു സെക്കൻഡ് വൈകാതെ ഈ ആണ്ട് കഴിയുന്നതിന് മുൻപ്, ഈ മാസം കഴിയുന്നതിന് മുൻപ്, അല്ല ഈ ദിവസം കഴിയുന്നതിന് മുൻപ് നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. എന്നിൽ നല്ല പ്രവൃത്തി ഞാൻ ആരംഭിച്ചു, ആ പ്രവൃത്തി ഇന്ന് ജീവനില്ലാത്തതായിപ്പോയി. നീ എന്നിൽ ആരംഭിച്ച നല്ല വേല മുടങ്ങിപ്പോയി. എന്നിൽ ആരംഭിച്ചതായ നിൻ്റെ വേല ഞാൻ മുടക്കിക്കളഞ്ഞു. എന്നിൽ നീ തന്നതായ നിൻ്റെ ആത്മാവ് കെട്ടുപോയി, ആ ദീപം അണഞ്ഞുപോയി. എൻ്റെ കർത്താവെ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, സങ്കടത്തോടെ പ്രവാചകൻ കരയുകയാണ്. കരയുന്ന പ്രവാചകനായി യിരെമ്യാവ് പറയുകയാണ്, കരയുകയാണ്. എന്താണ് കരയുന്നത്? വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. അയ്യോ, പൊന്ന് മങ്ങിപ്പോയി, നിർമ്മലതങ്കം മാറിപ്പോയി. അയ്യോ, പൊന്ന് മങ്ങിപ്പോയി, നിർമ്മലതങ്കം മാറിപ്പോയി. അതെന്താണ്? പൊന്ന് മങ്ങിപ്പോകാൻ പറ്റുമോ? പൊന്ന് മങ്ങിപ്പോയി, നിർമ്മലതങ്കം മാറിപ്പോയി. നിർമ്മലതങ്കമായിരുന്നു, പൊന്നായിരുന്നു. പൊന്ന് മങ്ങിപ്പോയി, നിർമ്മലതങ്കം മാറിപ്പോയി. വിശുദ്ധരത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. വിശുദ്ധരത്നങ്ങൾ, ഒരു കാലത്ത് വിശുദ്ധരത്നമായി ദേവാലയത്തിൽ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്നതായ മനോഹരമായ പാത്രങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിരുന്നതായ വിശുദ്ധരത്നങ്ങൾ ഇന്ന് സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. വീഥികളിൽ അത് ആളുകൾക്ക് ആർക്കും ചവിട്ടി മെതിക്കാൻ തക്കവണ്ണം ചൊരിഞ്ഞു കിടക്കുന്നു. വിശുദ്ധരത്നങ്ങൾ ചൊരിഞ്ഞു കിടക്കുന്നു, വഴിത്തലക്കിലൊക്കെ ചൊരിഞ്ഞു കിടക്കുന്നു. ഒരു കാലത്ത് കൂട്ടായ്മയിൽ മുൻപന്തി ഉണ്ടായിരുന്ന ദൈവമക്കൾ, കർത്താവിൻ്റെ വചനം തീക്ഷ്ണതയോടെ പറഞ്ഞിരുന്ന ദൈവമക്കൾ, സാക്ഷ്യം ശക്തിയായി പറഞ്ഞിരുന്ന ദൈവമക്കൾ ഇന്ന് വീഥികളിലൊക്കെയും കൂത്തുകാഴ്ചയായി കിടക്കുന്നു. ആർക്കും ചവിട്ടാൻ പാകത്തിന്, ആർക്കും ആക്ഷേപിക്കാൻ പാകത്തിന്, ആർക്കും പരിഹസിക്കാൻ പാകത്തിന് കിടക്കുന്നു. വീഥികളിലൊക്കെയും ചൊരിഞ്ഞു കിടക്കുന്നു. അയ്യോ, പൊന്ന് മങ്ങിപ്പോയി, നിർമ്മതംഗം മാറിപ്പോയി, എന്ത് പറ്റിപ്പോയി, എൻ്റെ ജനത്തിന് എന്ത് പറ്റിപ്പോയി? പ്രവാചകൻ കരയുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം കരച്ചിലിൻ്റെ പുസ്തകമാണ്. യിരെമ്യാ പ്രവാചകൻ്റെ കരച്ചിലാണ്. യിരെമ്യാ പ്രവാചകൻ കരയുകയാണ്. കരയുന്ന പ്രവാചകൻ്റെ കരച്ചിൽ. പ്രവാചകൻ പറയുകയാണ്, യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ ഇതിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ ഇതിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അപ്പോസ്തലനായ പത്രോസ് വാസ്തവമായി ക്രിസ്തുവിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടവനാണ്. ശരിക്കും ക്രിസ്തുവിൻ്റെ വചനം ആകർഷിച്ച് പുറപ്പെട്ടവനാണ്. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ആ മാധുര്യം അനുഭവിച്ച് പുറപ്പെട്ടവനാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവനാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഒരു മടിയും കൂടാതെ പുറപ്പെട്ടവനാണ്. പക്ഷേ ആ 3.5 കൊല്ലം ഒരു ജീവിച്ചതിന് ശേഷം ഒടുവിൽ കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷയുടെ അവസാന നാളുകളിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ഒന്ന് മങ്ങിപ്പോയി, അലസനായിപ്പോയി. വചനം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ തള്ളിക്കളഞ്ഞു. ഇന്ന് നീ കോഴി കൂമ്പേ 3 വട്ടം തള്ളി പറയുമെന്ന് കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഏറ്റെടുത്താൽ മതിയായിരുന്നു. കർത്താവ് ഒരു വചനം പറഞ്ഞത് എന്തിനാണ്? തള്ളി പറയാൻ വേണ്ടിയല്ലല്ലോ തള്ളി പറയുമെന്ന് പറഞ്ഞത്, തള്ളി പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് കോഴി കൂമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയും, 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയുമെന്ന് കർത്താവ് പറഞ്ഞു. പത്രോസ്, എൻ്റെ കർത്താവാണല്ലോ ഇത് പറഞ്ഞത്. ഈ കർത്താവിന് നാവുകൊണ്ട് ശബ്ദിച്ചപ്പോൾ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച് 4 ദിവസമായി ലാസർ പുറത്തു വന്നു. അതേ ശബ്ദമാണല്ലോ എന്നോട് പറഞ്ഞത്, മോനെ, നീ എന്നെ തള്ളി പറയും, അത് വരാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക എന്ന്. ശീമോനെ, ശീമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ട നിന്നെ കൽപ്പന ചോദിച്ചു, ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പാതിരിപ്പം നിനക്ക് വേണ്ടി അപേക്ഷിച്ചെന്ന് കർത്താവ് പറഞ്ഞു. അതിനൊന്നും കർത്താവ് പറഞ്ഞ വാക്കിന് ശീമോൻ വില കൊടുത്തില്ല, വചനത്തിന് വില കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, വചനത്തിന് വില കൊടുത്തില്ലെങ്കിൽ പിന്മാറിപ്പോകും. വചനത്തെ മാനിച്ചു കൊള്ളണം, വചനത്തെ നിങ്ങൾ ആദരിച്ചു കൊള്ളണം, വചനം നിങ്ങൾ അനുസരിച്ച് കൊള്ളണം, വചനത്തിന് ചെവി കൊടുത്തു കൊള്ളണം. വചനത്തെ നിങ്ങൾ തുച്ഛീകരിക്കരുത്, വചനത്തെ നിങ്ങൾ തള്ളിക്കളയരുത്, വചനത്തെ നിങ്ങൾ വെറുതെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്, നിസ്സാരമാക്കി കളയരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് ശിഷ്യന്മാരിൽ വളരെ പ്രധാനിയായിരുന്നു.
പക്ഷേ അപ്പോസ്തലനായ പത്രോസിന് വചനത്തിൻ്റെ ഗൗരവം മനസ്സിലായില്ല. ഈ വചനം തന്നെ പത്രോസിനെ പലപ്പോഴും ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വചനത്തിൻ്റെ ഗൗരവം മനസ്സിലായില്ല. കർത്താവിനോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, വ്യാജം പറഞ്ഞതല്ല, ഉപായം പറഞ്ഞതല്ല. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ തള്ളിപ്പറയുകയില്ല. ഇല്ല, ഞാൻ ഒരു നാൾ നിന്നെ തള്ളിപ്പറയുകയില്ല. പത്രോസ് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ആ പറഞ്ഞത് ഹൃദയത്തിൽ നിന്നാണ് താനും. പക്ഷേ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ കാണുന്ന കർത്താവ് പറഞ്ഞു, അല്ല, നീ എന്നെ തള്ളി പറയുമെന്ന്. പത്രോസിന് നല്ല ദൃഢബോധ്യമുണ്ട് കർത്താൻ തള്ളി പറയുകയില്ല എന്ന്. എന്ത് പീഡ വന്നാലും എന്ത് ഞെരുക്കം വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ തള്ളിക്കളയുകയില്ല എന്ന് പത്രോസിന് അറിയാമായിരുന്നു. പക്ഷേ കർത്താവ് അവന് കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ വിനയപ്പെടാനും കഴിഞ്ഞില്ല. എന്തുപറ്റി? പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു. ഇവനെ ഞാൻ അറിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. നീ പറയുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ എന്ന് പത്രോസ് പറഞ്ഞു. ശപിക്കാനും രാകുവാനും തുടങ്ങി. പത്രോസ് കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം തള്ളി പറയുമെന്ന് പറഞ്ഞ് പത്രോസ് 3 പ്രാവശ്യം കൃത്യമായി തള്ളി പറഞ്ഞു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. ഭയപ്പെടുക. ഒരു കാരണവശാലും വചനത്തെ നിങ്ങൾ ധിക്കരിക്കരുത്. വചനത്തെ നിങ്ങൾ ചെറുതായി കാണരുത്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനം, ചൈതന്യമുള്ള വചനം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേറൊടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. എല്ലാം ദൈവം കാണുന്നു. പത്രോസ് തള്ളി പറഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. തള്ളി പറഞ്ഞു. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. പത്രോസ് പുറത്തിറങ്ങിയ ദുഃഖത്തോടെ കരഞ്ഞു. അതിദുഃഖത്തോടെ കരഞ്ഞു. പുറത്തിറങ്ങിയ ദുഃഖത്തോടെ കരഞ്ഞു. അയ്യോ, എൻ്റെ കർത്താവ് പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ലല്ലോ, ഞാൻ ഗൗരവം കൊടുത്തില്ലല്ലോ. കരഞ്ഞു. പക്ഷേ സമാധാനം കിട്ടുന്നില്ല. സമാധാനം കിട്ടുന്നില്ല. കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. പത്രോസിന് സ്വസ്ഥത കിട്ടുന്നില്ല. കർത്താവിനെ കഠിനമായി ദണ്ഡിപ്പിക്കുന്നതെല്ലാം പത്രോസ് കണ്ടു. പത്രോസിന് സ്വസ്ഥത കിട്ടുന്നില്ല. പത്രോസ് ഓടി. അവിടെ നിന്ന് ഓടി. സ്വസ്ഥതയില്ല. നിരാശയോടെ ഓടി. ആകുലതയോടെ ഓടി. സ്വസ്ഥതയില്ല. എന്തു വേണ്ടു? ഒരിടത്ത് നിന്ന് ഇരിക്കാനും പറ്റുന്നില്ല. ഒന്ന് വിശ്രമിക്കാൻ പറ്റുന്നില്ല. ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. ആകെ മനസ്സ് പതറി. വെള്ളിയാഴ്ച കഴിഞ്ഞു. ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച രാവിലെ. അന്ന് സെഹ്യോൻ മാളികയിൽ ശിഷ്യന്മാർ 11 പേര്, യൂദാസ്കരീയോത്ത് പോയല്ലോ, 11 പേരെ കൂടി ഇരിക്കുകയാണ്. നോക്കിയപ്പോൾ 11 പേരില്ല, 10 പേരേ ഉള്ളൂ. ശിവ പത്രോസ് അവിടെ ഇല്ല. എവിടെ പോയി? ശിവ പത്രോസ് അവിടെ ഇല്ല. അപ്പോഴാണ് മഗ്ദലന മറിയം ഓടി വരുന്നു. മഗ്ദലന മറിയം പാഞ്ഞു വരികയാണ്. സന്തോഷം കൊണ്ട് അങ്ങ് ഹൃദയം ത്രസിച്ചുകൊണ്ടാണ് മഗ്ദലന മറിയാവിൻ്റെ വരവ്. അവൾ വന്ന് വാതിൽക്കൽ തെരുതെരെ മുട്ടി. വാതിലടച്ച് പേടിച്ച് ശിഷ്യന്മാരകത്തിരിക്കുകയാണ്. വാതിൽക്കൽ തെരുതെരെ മുട്ടി. അവൾ അകത്ത് വന്ന പാടെ അവൾ പറഞ്ഞു, വലിയൊരു അത്ഭുതം നടന്നിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജീവിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് എന്നോട് പറഞ്ഞേ ഉള്ളൂ, നീ ചെന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും ഞാൻ ജീവിച്ചിരിക്കുന്നെന്ന് പറയുക എന്ന്. പത്രോസ് പെട്ടെന്ന് ഞെട്ടി. എൻ്റെ പേര് പറഞ്ഞല്ലോ. ഒന്ന് ഞെട്ടി. പുറത്ത് പേടിച്ച് നാണിച്ച് അകത്ത് വരാൻ ധൈര്യമില്ലാതെ മാറിയിരിക്കുന്ന പത്രോസ്. അവരെല്ലാവരും ഇരിക്കുന്നിടത്ത് എനിക്ക് വരാൻ യോഗ്യതയില്ലല്ലോ എന്നോർത്ത് അതിദുഃഖത്തോടെ പുറത്തിരിക്കുന്ന പത്രോസ്. അവൻ കേട്ടു ഈ ശബ്ദം, നീ ചെന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പത്രോസിനോടും ഞാൻ ജീവിച്ചിരിക്കുന്നെന്ന് പറയുക. പത്രോസിന് സമാധാനമായി. എൻ്റെ കാര്യം കർത്താവ് മറന്നില്ലല്ലോ. അനുദപിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കാര്യം കർത്താവ് മറന്നില്ലല്ലോ. ഓർത്തോർത്ത് ദുഃഖിക്കുന്ന എൻ്റെ കാര്യം കർത്താവ് മറന്നില്ലല്ലോ. പത്രോസ് വെച്ച് അകത്തേക്ക് വന്നു. പത്രോസ് എല്ലാവരും ഇരിക്കുന്നിടത്ത് പത്രോസ് അവിടെ മുട്ടുകുത്തി. പത്രോസ് ഏങ്കടിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ യേശു എന്നെ മറന്നില്ല, എൻ്റെ യേശു എന്നെ മറന്നില്ല. ഞാൻ വിട്ടുപോയെങ്കിലും എന്നെ മറന്നില്ല. ഞാൻ തള്ളി പറഞ്ഞെങ്കിലും അവൻ എന്നെ മറന്നില്ല. ഞാൻ അവനെ ഉപേക്ഷിച്ചെങ്കിലും അവൻ എന്നെ ഉപേക്ഷിച്ചില്ല. കർത്താവേ, നീ എത്ര സ്നേഹം, നീ എത്ര നല്ലവൻ. പത്രോസ് അവിടെ നിന്നുകൊണ്ട് അവിടെ മുട്ടുമേൽ നിന്നുകൊണ്ട് എന്തെല്ലാമോ പറയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് മഗ്ദലന മറിയം ഇറങ്ങി കല്ലറയ്ക്കിലേക്ക് ഓടുകയാണ് കർത്താവിനെ കാണാൻ. അപ്പോഴാണ് പത്രോസും യോഹന്നാൻ ഇറങ്ങി, പത്രോസും കൂടെ ഇറങ്ങി. വീര്യം തിരികെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീര്യം തിരികെ കിട്ടാൻ ആഗ്രഹമുണ്ടോ? പ്രവൃത്തി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് നിങ്ങളിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് വീര്യം തിരികെ വാങ്ങാം.
ആത്മാവിൻ്റെ ശക്തി തിരികെ വാങ്ങാം. ആത്മാവിൻ്റെ കൃപ നിങ്ങൾക്ക് തിരികെ വാങ്ങാം. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ വിവേകം തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങൾക്ക് തിരികെ കിട്ടും. വേണമോ നിങ്ങൾക്ക്? യേശുവിനെ വേണമോ? നഷ്ടപ്പെട്ട യേശുവിനെ നിങ്ങൾക്ക് വേണമോ? നഷ്ടപ്പെട്ട യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, യേശു നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങൾ യേശുവിനെ മറന്നാലും യേശു നിങ്ങളെ മറന്നിട്ടില്ല. യേശു നിങ്ങളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ടിരിക്കുന്നു. അവൻ നമ്മെ ഓർത്തിരിക്കുന്നു. അവൻ നമ്മുടെ കാര്യം അന്വേഷിക്കുന്നു. അവൻ നമ്മുടെ കാര്യം പ്രത്യേകം അന്വേഷിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ പാപത്തിലേക്ക് പോയിരുന്നെങ്കിലും, നിങ്ങൾ തിന്മയിലേക്ക് തിരിഞ്ഞെങ്കിലും, നിങ്ങൾ ദൈവവഴിയിൽ നിന്ന് വിട്ട് പാപത്തിൻ്റെ വഴിയിലേക്കും പിശാചിൻ്റെ വഴിയിലേക്കും തിരിഞ്ഞു പോയെങ്കിലും യേശു നിങ്ങൾ വിളിക്കുന്നു. മടങ്ങി വരിക സിയൻ പുത്രി, മടങ്ങി വരിക. വിശ്വാസത്യാഗിയായ ഇസ്രായേലെ മടങ്ങി വരിക. വിശ്വാസവാദിയായ യഹൂദയെ മടങ്ങി വരിക. നിൻ്റെ അകത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിത്യനായ ദൈവം ഇന്ന് നമ്മെ വിളിക്കുകയാണ്. നമ്മെ സ്നേഹത്തോട് വിളിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ വിളിക്കുന്നു. ആ തിരുരക്തം നിങ്ങളുടെ മേൽ തളിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തിരുരക്തത്തെ നിങ്ങളെ വിശുദ്ധീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തിരുരക്തം നിങ്ങളെ കഴുകിയെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ വീര്യം തിരികെ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കെട്ടുപോയ ദൈവം തെളിച്ചു തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹത്വപൂർണ്ണമായ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ മക്കളെ എല്ലാവരെയും തൊടണമേ. എല്ലാവരെയും തലോടണമേ. പരിശുദ്ധാത്മാവിന് നൽവരം നൽകണമേ. പാവബോധം നൽകണമേ. കുറ്റബോധം നൽകണമേ. അനുതാപമുള്ള ഹൃദയം നൽകണമേ. തകർന്ന് നുറിയുന്നതുമായ ഹൃദയം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥ, അവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ പനി മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.